ധർമ്മടം എന്താ സംഭവിക്കാൻ പോകുന്നത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലു ഏതൊരു കവി പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു റിസൾട്ടാണ് അവിടുന്ന് വരാൻ പോകുന്നത്. തോറ്റതിന് തുല്യമായ വിജയമേ പിണറായിക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ സർവേയിൽ 10,000 വോട്ടിന് താഴെ ധർമ്മടത്ത് പിണറായി 10,000 വോട്ടിന് താഴെ പോകുന്ന പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി തോറ്റാൽ പോലും നമ്മളാരും ഞെട്ടേണ്ടതില്ല എന്ന് ആ സർവേ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം ഈ പറയുന്ന ഇത്രയും ഇഫക്റ്റ് ഉണ്ട് ഇവിടെ. ഇത്രയും ഇഫക്റ്റ് ഇത് കേരളത്തിലെ ഒരു ജില്ലയിലും ഇല്ല. ആരാ വോട്ട് ചെയ്യുന്നത്? സഖാക്കളാണ് വോട്ട് ചെയ്യുന്നത്. എന്തിനാ വോട്ട് ചെയ്യുന്നത്? അവർക്ക് അവരുടെ പാർട്ടി ഉണ്ടാവണം, ആ സംവിധാനം നിലനിൽക്കണം ഇവിടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പാർട്ടിയെയും ഒരു സംവിധാനത്തെയും ഇടതുപക്ഷ ചിന്തകളെയും ഇടതുപക്ഷ അനുഭാവികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും വരാനിരിക്കുന്ന സർക്കാർ പിണറായിയുടേതാകരുത് എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് വോട്ട് ചെയ്യണം. ായിരുന്നു ആ ജില്ലയുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്ന നിലക്കും പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന നിലക്കും ആ ജില്ലക്കാരൻ എന്ന നിലക്കും അദ്ദേഹത്തിനായിരുന്നു അതിന്റെ ചാർജ് ഉണ്ടായിരുന്നത്. ഓരോ സെക്രട്ടേറിയറ്റ് മെമ്പർക്കും ആ ജില്ലയുടെ ചാർജ് ഉണ്ടാവും. ആ സ്ഥാനം ഏറ്റെടുത്തിരുന്നതും ആ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടത് എല്ലാം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് നടന്ന് ഇതിനു വേണ്ടിയിട്ട് മറ്റു സ്ഥാനാർത്ഥികൾ വേഴാമ്പലിനെ പോലെ ഇപ്പൊ പോസ്റ്റർ വരും, ഇപ്പൊ സോഷ്യൽ മീഡിയക്കാർ വരും, ഇപ്പൊ ബാനർ വരും, ഇപ്പൊ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രസംഗിക്കാൻ ആള് വരും എന്ന് കരുതി അന്തം വിട്ട് നടന്നു. അവര് നിരായുധരായി. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഒരു റൂട്ടിലേക്ക് പോയി. UDF പ്രവർത്തകർ അടിച്ചു കയറി. അത് തന്നെയാണ് സംഭവിച്ചത്. അത് ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് ബേപ്പൂരിന്റെ ബൗണ്ടറി കടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അല്ല, അത് മുന്നേറ്റത്തിന് അൻവർ അവിടെ മത്സരിച്ചത് കൊണ്ടാണോ മുഹമ്മദ് റിയാസ് അവിടെ നിൽക്കേണ്ടി വന്നതെന്ന് നിങ്ങൾക്കറിയാലോ. എന്റെ വായ കൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ആരാ ബെറ്റിന്ന് യൂട്ടേൺ അടിച്ചത്? ആരടിച്ചത്? ബെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല 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 അത് നിങ്ങളെ വാർത്ത എടുത്ത് കേൾക്കൂ. ഞാൻ ബെറ്റിനെ എങ്ങോട്ടേക്കാ ക്ഷണിച്ചത്? ഞാൻ മുഹമ്മദ് റിയാസിനെ കോഴിക്കോട് പ്രസ് ക്ലബിലേക്കാ ക്ഷണിച്ചല്ലേ. എന്തിനാണ്? അഗ്രിമെന്റ് എഴുതാൻ. ഞാൻ തോറ്റാ ഞാൻ മൊട്ടയടിക്കണം, അദ്ദേഹം തോറ്റാ അദ്ദേഹം മൊട്ടയടിക്കണം. ഞാനൊരു കമ്മലും കൂടെ ഇടാന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കമ്മൽ ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അല്ല അങ്ങനെ അല്ല, അതൊന്നും എനിക്കറിയില്ല. കമ്മൽ ഞാൻ പുള്ളിക്ക് ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അല്ല, അതൊരു വ്യക്തിപരമായ അധിക്ഷേപം തന്നെ അദ്ദേഹം നടത്തുന്നത്. മുഹമ്മദ് റിയാസ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപം എന്താ? ഒരു വ്യക്തിക്കെതിരല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് UDF അധികാരത്തിൽ വരും എന്ന് ഇവിടെ ചർച്ച നടക്കുന്നത് UDF നേതാക്കന്മാർക്ക് പിരിവ് നടത്താനാണ്. നാട് മുഴുവൻ പിരിവ് നടത്താണ് UDFന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ്. ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടല്ലോ അത്. അപ്പൊ കേരളത്തിലെ മുഴുവൻ മാന്യന്മാരായ UDFന്റെ നേതാക്കന്മാരും ഇങ്ങനെ വളഞ്ഞ വഴിയിൽ പിരിവ് നടത്തി പോവുക എന്ന് വ്യക്തിഹത്യ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ മന്ത്രിയുടെ ആഫീസിലെ സെക്രട്ടറി ആയിരുന്നു IAS കാരനായ ബിജു പ്രഭാകരൻ, PWയുടെ. അദ്ദേഹം എന്താ പറഞ്ഞ്? ഒരൊറ്റ വർക്കിൽ 65 കോടി രൂപ മൂക്കിൽ വലിച്ചു ഈ മന്ത്രി. 91 ദിവസമാണ് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത്. എന്നെ മാറ്റി ഈ അഴിമതി കണ്ടിട്ട്. അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ കൊള്ളയടിച്ച വ്യക്തി ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട മാന്യന്മാരായ UDF ലീഡർഷിപ്പിനെ മുഴുവൻ കള്ളന്മാരും വളഞ്ഞ വഴിയിൽ പണം പിരിക്കുന്നവരും ഒക്കെയാണ്. അപ്പൊ ആരവിടെ വ്യക്തിത്വം നടത്തുന്നത്? ഇപ്പൊ എന്റെ പോസ്റ്റിന്റെ അടിയിൽ വരുന്ന തെറി ആരാ എഴുതുന്നത്? ആരാ എഴുതിക്കുന്നത്? അപ്പം ആ ഒരു വ്യാജമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു ഇമേജ് ഉണ്ടല്ലോ. ഞാൻ പറയും ഒരു പുളിങ്ങ എന്ന ചെറിയെന്ന് നമ്മുടെ നാട്ടുകാർ പണ്ടത്തെ ആൾക്കാർ പറയും. അപ്പൊ കണ്ണൂർക്കാരും പറയുന്നുണ്ടാവും. അല്ല, ഞാൻ പിന്മാറില്ലല്ലോ. ഞാനിപ്പോഴും അതിൽ തന്നെ. ഇനിയും സമയമുണ്ടല്ലോ. ഏറ്റെടുക്കുന്നതിന് പറ്റില്ലല്ലോ. ഞാൻ നിങ്ങൾ ബെറ്റ് വെക്കുമ്പോൾ 10,000 ബെറ്റ് വെച്ചാൽ നിങ്ങളും അത് കെട്ടിവെക്കാൻ തയ്യാറാവണ്ടേ? ഏകപക്ഷീയമായ ബെറ്റിനെന്താ എനിക്കെന്താ തലക്ക് വല്ല വട്ടുണ്ടോ? അങ്ങനെ മൊട്ടയടിക്കുകയാണെങ്കിൽ വല്ല ബാർബർ ഷോപ്പിൽ വല്ല ഒഴിവുണ്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ? അതിലും മോശമായിട്ട് അവർ പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് ചോദ്യമില്ലല്ലോ. എന്തിനാണ് ഈ UDFന്റെ ലീഡർഷിപ്പ് ഇപ്പൊ പിരിവ് നടത്തുന്നത് എന്ന് പറഞ്ഞ് താങ്കളുടെ അഭിപ്രായം എന്താ? അത് വ്യക്തിഹത്യയാണോ? ആണോ? അല്ലല്ല, ആണോ? നമുക്ക് ഒരു ഡിബേറ്റ് നടത്താം. താങ്കൾ അദ്ദേഹത്തിന്റെ മുടി മുറിക്കുന്ന ഈ കാര്യം ഞാൻ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്ന പറയുന്നത്.
കേരളത്തിലെ UDFന്റെ ലീഡർഷിപ്പ് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പിരിവ് നടത്തുക എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? അത് വ്യക്തിഹത്യയാണോ? അല്ല, അതാ ഒരു വ്യക്തിയല്ല പുള്ളി കേന്ദ്രീകരിക്കുന്നത്. അല്ല, അതൊക്കെ നമുക്ക് പറയാം. ആ കണ്ടെയ്നറൊക്കെ വരും, അവിടെ നിൽക്കട്ടെ. ആ കണ്ടെയ്നറല്ല ഇപ്പൊ ഞാൻ ഈ ചോദിച്ചതിന് പറയും. ഞാൻ വ്യക്തിഹത്യം നടത്തുക എന്ന് പറയുമ്പോൾ UDFന്റെ ഈ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് പണം പിരിക്കുന്നു എന്ന് പറയുന്ന മുഹമ്മദ് റിയാസിന്റെ ആ സ്റ്റേറ്റ്മെന്റിനോട് താങ്കളുടെ അഭിപ്രായം എന്താ പറയാ? ബാക്കി മറുപടി ഞാൻ പറഞ്ഞുതരാം. അതിലേറെ മോശം. അതൊരു വ്യക്തിയാണ്. അതിലേറെ മോശമാണ്. ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഇതിലാരൊക്കെ പെട്ടു? കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഴുവൻ പെട്ടു. ഈ പറയുന്ന സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ടവരും പെട്ടു. UDF നേതാക്കൾ പണം പിരിക്കുന്നു പറഞ്ഞു. ഇവരൊക്കെ UDF നേതാക്കന്മാരല്ലേ? ഓരോരുത്തർ ചോദിക്കാൻ പറഞ്ഞില്ല. അല്ല, കമ്മല് ഞാൻ ഇട്ടോളാം, വേണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കാണ്. അല്ല, അത് നിങ്ങൾക്ക് അതിനെങ്ങനെയെങ്കിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ കാര്യം ഓരോരുത്തരുടെ ഐഡിയക്കാണല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ഭാരം കൂടി ഏറ്റെടുക്കാം, ഒരു കമ്മലും കൂടി ഇടാം. പുള്ളി മൊട്ട അടിച്ചാൽ മതി എന്നാ പറഞ്ഞ്. അതിനപ്പുറം എന്തായാലും എത്ര ആണുങ്ങൾ എത്ര ആളിപ്പോ കമ്മലിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ജെൻസി മുഴുവൻ കമ്മലിട്ടിട്ടല്ല നടക്കുന്നത്. കമ്മലിന് എന്താ കുഴപ്പം? ജെൻസികൾ മുഴുവനാ കമ്മലിട്ടിട്ടാ നടക്കുന്നത്. അതൊരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഫാഷനാണ്. അല്ല, അത് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിപ്പോ ഇത് പറയുമ്പോ ഇവിടെ ട്രോള് വരൂല, എന്നെ മൊട്ടയടിക്കൂല, എനിക്ക് കമ്മലിടൂല എന്നൊന്നും ഞാൻ കരുതില്ല. ഇതൊക്കെ ഉണ്ടാവും കരുതിയിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തള്ളൽ മിനിയാന്ന് രാവിലെ അല്ലേ സ്റ്റേറ്റ്മെന്റ് നടത്തി. അന്ന് രാവിലെ 5 TVയോടെ പറഞ്ഞു 88,000 വോട്ടിന് ഞാൻ ജയിക്കും. 88,000 വോട്ടോടെ ഉണ്ടാവും, റെക്കോർഡ് ഭൂരിപക്ഷം, 25,000 വോട്ട് ഭൂരിപക്ഷം അല്ലേ 88,000 പുള്ളിക്ക് കിട്ടുമ്പോ ഇത് തള്ളി മറിക്കുക. ആ മണ്ഡലത്തിലെ കുറെ പാവപ്പെട്ട പ്രവർത്തകരുടെ രാപ്പകലിൽ അധ്വാനിച്ച UDFന്റെ പ്രവർത്തകർ അവർ ടെൻഷൻ അടിച്ച് മരിക്കുകയാണ്. അവർ പിന്നെയും വിളിക്കുകയാണ്. അല്ല, എന്താവും നമ്മൾ റിയാസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ? എന്തിനത്? അദ്ദേഹം സ്വകാര്യമായിട്ട് നടത്തുന്ന സംഭാഷണം പോലും നമ്മൾ അറിയുന്നുണ്ട്. അവിടെ അവർ പറയുന്നത് ബേപ്പൂരിൽ 2,000-3,000 വോട്ടിന് അവർ ജയിക്കുന്നില്ല.